തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയിൽ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2021-24 വർഷ കാലയളവിൽ കേന്ദ്ര ഫണ്ട് ദുരുപയോഗം ചെയ്തതായാണ് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് റിപ്പോർട്ട്. പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഡിറ്റ് പ്രവർത്തനങ്ങൾ നടത്തിയതിലാണ് ഗുരുതര സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ദേശീയ വിവരാവകാശ കൂട്ടായ്മ അംഗം സിദ്ദിഖ് താനൂരിന് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് സാമ്പത്തിക ദുരുപയോഗം നടത്തിയതായാണ് എജിയുടെ റിപ്പോർട്ട്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഓരോ വർഷവും സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയതിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഡയറക്ടറുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ്. തുടക്കത്തിൽ 60,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 1 ലക്ഷം രൂപയായി ഉയർത്തിയതും തൊട്ടടുത്ത മാസം തന്നെ വീണ്ടും 5,000 രൂപ ഉയർത്തി 1,05,000 രൂപയാക്കിയതിനും സർക്കാരിന്റെ അനുമതി വാങ്ങിയില്ല. കേരളത്തിൽ മൊത്തം 941 പഞ്ചായത്തുകളിൽ 2021-22 കാലയളവിൽ 313 പഞ്ചായത്തുകളിൽ ഓഡിറ്റ് ചെയ്തതിൽ 41 കേസുകളിലായി 1,46,031 രൂപയും 2022-23 393 കേസുകളിൽ 27,96,564 രൂപയും 2023-24 വർഷത്തിൽ 2,154 കേസുകളിലായി 55,30,837 രൂപയുടെ ക്രമക്കേടും കണ്ടെത്തി. ക്രമക്കേട് നടത്തിയ തുക ബന്ധപ്പെട്ടവരിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ ഗ്രാമസഭാ ഹാജർ ബുക്കിൽ ഗുരുതരമായ പൊരുത്തക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. പ്രസ്തുത വാർഡുകളിലെ ഗ്രാമസഭാ വാർഡുകളിൽ എടുത്ത തീരുമാനങ്ങളിലും അംഗങ്ങൾ ഒപ്പുവെച്ചതിലും പൊരുത്തക്കേട് ഉണ്ടായി. ഇതേ പഞ്ചായത്തിൽ 7,98,298 രൂപ തിരിച്ചു പിടിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി, DRP, BRP, VRP എന്നിവർക്ക് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിഷ്കർഷിക്കുന്ന തരത്തിൽ ഓഡിറ്റ് പരിശീലനം നൽകാതെ ഫണ്ട് ദുരുപയോഗം ചെയ്തു. ദേശീയ വിവരാവകാശ കൂട്ടായ്മ അംഗം സിദ്ദിഖ് താനൂരിന് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. സാമ്പത്തിക ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വിവരാവകാശ പ്രവർത്തകൻ സിദ്ദിഖ് താനൂർ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.